ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓണസദ്യ ഒരുക്കിയിരുന്നു നമ്മളെ വീട്ടിൽ. അപ്പോൾ അന്നത്തെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടു. സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മളെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഓണം എന്ന് പറയുന്നത് നമ്മൾ കേരളീയർ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണല്ലേ ഓണം. അപ്പോൾ ഓണത്തിൻ്റെ പരിപാടി നമ്മൾ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ചെറിയൊരു ഓണസദ്യ ഒരുക്കുക. ഓണസദ്യ എല്ലാവരും തിരുവോണത്തിൻ്റെ അന്ന് സദ്യ ഒരുക്കണം കണ്ടപ്പോൾ നമുക്കൊരു കൊതി. അപ്പോൾ നമ്മൾ കരുതി നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഓണസദ്യ തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ നുറുക്കി വെക്കുകയാണ്. തലേ ദിവസം രാത്രി തന്നെ അവിയൽക്കുള്ളതും സാമ്പാർക്കുള്ളതൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ പുളിഞ്ചി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ പുളിഞ്ചി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിഞ്ചി ഇന്ന് തന്നെ തലേ ദിവസം രാത്രി തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ ഓണസദ്യ ഹിന്ദുസിൻ്റെ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ കഴിക്കലുണ്ട്. പക്ഷേ ഓണസദ്യ നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അത് ഓണം വന്നാലേ നമ്മൾ കഴിക്കലുള്ളൂ. നമ്മൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കലുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഓണം ആകുമ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ സാധനങ്ങളൊക്കെ കൊടുന്നിട്ട് എല്ലാ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസത്തിൽ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടാണ് നമ്മൾ പാചകം ചെയ്യലും അരിയലും. അതൊക്കെ ഒരു സന്തോഷം ഒരു ഓർമ്മയൊക്കെ നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനൊക്കെ ഒരുങ്ങിയത് കേട്ടോ. അപ്പോൾ രാത്രി നന്നായി വൈകിയിരുന്നു. പിന്നെ സദ്യയല്ലേ, തലേ ദിവസം തന്നെ ഒക്കെ റെഡിയാക്കി വെക്കാമെന്ന് കരുതി. എന്നാൽ പിറ്റേ ദിവസം നേരത്തെ എണീച്ചിട്ട് സദ്യ പാചകം ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് തലേ ദിവസം കിടന്നപ്പോൾ തന്നെ കുറേ സമയമായിരുന്നു. 11 മണി 11:30 കേട്ടോ അത് ഞാൻ പുളിഞ്ചി ഉണ്ടാക്കണത്. പുളിഞ്ചിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. പുളിഞ്ചി പല രീതിയിലും തയ്യാറാക്കലുണ്ട്. ചിലർ ഇതിലേക്ക് അരിപ്പൊടി കലക്കിയിട്ടൊക്കെ പാരലുണ്ട് നന്നായി കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ പൊടിയൊന്നും കലക്കി പാർന്നിട്ടില്ല. നമ്മൾ സാധാ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ എന്താ പുളിഞ്ചിൻ്റെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ വീഡിയോ വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. അങ്ങനത്തെ അരിയിലും വെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പച്ചടിക്കും കിച്ചടിക്കും ഒക്കെ ഉള്ള ബീട്രൂട്ട് അതൊക്കെ സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ സദ്യക്കുള്ള എല്ലാ കൂട്ടാനുകളൊന്നും ഒരുക്കിയെടുത്തിട്ടില്ല. എങ്കിലും ഒരു 8-10 ഉണ്ടാകും. എല്ലാ കൂട്ടാനുകളൊന്നും എല്ലാവരും കഴിക്കൂല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിക്കണ മാത്രം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ. അന്നത്തെ രാത്രിത്തെ ഞാൻ പിന്നെ അവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം നേരത്തെ നമ്മൾ എണീറ്റിട്ട് പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുക്കിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇക്കാൻ്റെ മൂത്ത സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവരവിടെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, ഞാനിവിടെ അവിയൽ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലി ഏറ്റെടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവരും ഓരോന്ന് ഏറ്റെടുത്താൽ പെട്ടെന്ന് പണി തീരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജോലികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്.
നമ്മൾ എത്ര സദ്യ ഉണ്ടാക്കി കഴിച്ചാലും അവരുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല കേട്ടോ. എങ്കിലും സദ്യ എന്നുള്ള പേരിൽ എല്ലാ കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക വൈബ് തന്നെ ഉണ്ടാകലുണ്ട്. അങ്ങനെ ഇതാ ഓരോന്നോരോന്നായി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സാമ്പാർ ഇവിടെ റെഡിയായി, ഇനി അത് ഒന്ന് താളിച്ചെടുക്കണം. അങ്ങനെ ഓരോന്നോരോന്നായി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അവിടെ എല്ലാവരും കൂടെ കൂടിക്കാണ്ട് അവിടെ തന്നെയാണ് സദ്യയൊക്കെ ഒരുക്കിയെടുക്കുന്നത്. അങ്ങനത്തെ സാമ്പാറിൻ്റെ പണി അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ കൂട്ടാനും ഓരോ രീതിയിലാണ് തയ്യാറാക്കൽ ഓരോ ഭാഗത്തും. അപ്പോൾ നമ്മളൊരു കമ്മട്ടത്തിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഏകദേശം ഒരു 12 മണി ആയോടത്തിന് നമ്മൾ പണികളൊക്കെ തീർന്നു. ഓരോ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടാനുകളൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഒരുവിധം എല്ലാവരും കഴിക്കണ കൂട്ടാൻ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് പായസം റെഡിയാക്കാം. നമ്മൾ പായസം റെഡിയാക്കിയിട്ടില്ല, പായസം ഒടുവിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കൂട്ടാനും ചോറും എല്ലാം അവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ പായസം റെഡിയാക്കുകയാണ്. എല്ലാവരും കൂടെ നമ്മൾ കുറച്ച് അധികം പേരുണ്ട്. മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കലുണ്ട് നമ്മൾ. അങ്ങനത്തെ എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായ ഒരു മണി 1:15 ടൈമിൽ നമ്മൾ ഫുഡൊക്കെ വിളമ്പാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഓരോ കൂട്ടാനും ഓരോ പാത്രത്തിലാക്കി വിളമ്പി ഇലയിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്നതും. ഇല കഴിക്കുന്നതല്ലേ നമ്മളെ സദ്യൻ്റെ ഒരു വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇലയൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി നമ്മൾ എല്ലാവരും വട്ടത്തിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനത്തെ ആ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ഫുഡ് വിളമ്പാനും വേണ്ടി, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ വിളമ്പുകയാണ്. ഇലയൊക്കെ വിരിച്ചിട്ട് അതിലേക്ക് കൂട്ടാനുകളും ചോറും സാമ്പാറും പിന്നെ 2 വിധം പായസവും പപ്പടവും പഴവും ഒക്കെ പാടെ കൂട്ടിക്കുഴച്ച് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ അത്ര നമ്മുടെ ബിരിയാണിയോ മന്തിയോ ഒന്നും വെക്കൂലല്ലേ. ഈ നാടൻ ഭക്ഷണമാണല്ലേ നമ്മുടെ വെറുംചോറ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതും എല്ലാവരും ഒന്നിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഓണസദ്യ, ഇപ്രാവശ്യത്തെ ഓണസദ്യ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കഴിച്ചു കൂട്ടിയത്. ഈ കൂട്ടാനുകളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ പുതിയ മക്കൾക്ക്, ചില മക്കൾക്കൊന്നും ഇഷ്ടപ്പെടൂലല്ലേ. ആ കൂട്ടത്തിലാണ് എൻ്റെ ആദ്യട്ടോ. ഈ കൂട്ടാനുകളൊക്കെ ഉണ്ടായിട്ട് വെറും ചോറും പപ്പടം കുഴച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. എനിക്ക് പച്ചക്കറികളോടൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോഴത്തെ മക്കൾ പൊതുവേ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.